ചെന്നൈയിൽ നിന്ന് നന്നേ കാലത്ത് കണ്ണൂരെത്തി, കണ്ണൂരോ കോഴിക്കോടോ എത്തി, അവിടുന്ന് വയനാട്ടിലേക്ക് പോവുകയാണ്. അവിടെ എത്തി അത് കാണുക, അതിൻ്റെ ഭാഗമാവുക എന്നതായിരിക്കും അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം. ആരെയും അറിയിച്ചുകൊണ്ടുള്ള യാത്രയല്ല മമ്മൂട്ടിയുടേത്. സ്വാഭാവികമായി അദ്ദേഹം ഈ ചെറുപ്പക്കാരനോട് പറയുകയാണ്, നിങ്ങൾ ക്ഷണിച്ചിട്ട് ഞാൻ വന്നതല്ലാരോ, നിങ്ങൾ എൻ്റെ കൂടെ തന്നെ ഇങ്ങനെ നടക്കുമ്പോൾ അത് മറ്റു രീതിയിൽ ചിത്രീകരിക്കപ്പെടില്ലേ എന്ന് പറഞ്ഞാൽ, നമ്മുടെ കേരളത്തിൽ എന്തും വിവാദമാക്കാൻ ശ്രമിക്കുന്നവരുണ്ടല്ലോ, ആ വിവാദത്തിനൊരു അവസരം ഉണ്ടാക്കി കൊടുക്കൂലേ എന്നാണ് മമ്മൂട്ടി സൗദ്ദേശത്തോടെ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. പിന്നീട് വന്ന വാർത്തകൾ സാമൂഹ്യ മാധ്യമത്ത് മമ്മൂട്ടിയെ വലിയ തോതിൽ ആക്രമിക്കുന്നുവെന്നാണ്. എന്തൊരു നിർഭാഗ്യകരമായ അവസ്ഥയാണെന്ന് നോക്കണം. നന്മ മാത്രം വിചാരിച്ച് കേരളത്തിൽ ഏറ്റവും മാതൃകാപരമായി പൂർത്തിയാക്കിയ ഒരു പരിപാടി കാണാൻ വേണ്ടി പോകുന്നു. അദ്ദേഹം ഗവൺമെൻറ്റിനെ അറിയിച്ചില്ല, രാഷ്ട്രീയ പാർട്ടികളെ അറിയിച്ചില്ല, ആരോടും ഡിസ്കസ് ചെയ്തിട്ട് പോയതല്ല. അദ്ദേഹത്തിന് സ്വന്തമായി പോകണമെന്ന് തോന്നി. സ്വാഭാവികമല്ലേ അത്? അങ്ങനെ ഒരുപാട് ആളുകൾ ചെന്നല്ലോ അവിടെ. CPIMൻ്റെ സോഷ്യൽ മീഡിയ പോരാളികൾ വലിയ തോതിൽ മമ്മൂട്ടിയെ ആക്രമിച്ചു എന്ന വാർത്തയാണ്. CPIMൻ്റെ ഈ സോഷ്യൽ മീഡിയ രംഗത്ത് ഇടപെടുന്നവർക്ക് മമ്മൂട്ടിയെ തിരിച്ചറിയാൻ കഴിയാത്ത കാലമായോ? മമ്മൂട്ടി ആരാണെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു. പക്ഷേ സോഷ്യൽ മീഡിയയിൽ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ പലപ്പോഴും വരാറുണ്ട് എന്നത് നമുക്ക് ഏവർക്കും അറിയാം. ഏതായാലും കേരളത്തിൻ്റെ, മലയാളത്തിൻ്റെ മഹാനടന് അത്തരത്തിലൊരു പ്രചരണത്തിൻ്റെ ഭാഗമായി മനസ്സിന് വിഷമമോ പ്രയാസമോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് CPIMൻ്റെ ഏതെങ്കിലും ആളുകൾക്ക് അതിൽ ബന്ധമുണ്ട് എന്ന് കരുതുന്നുണ്ടെങ്കിൽ, ഈ ഘട്ടത്തിൽ പരസ്യമായി അദ്ദേഹത്തോട് ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. അത്തരത്തിൽ അദ്ദേഹത്തെ അപമാനിക്കുക എന്നത് നടക്കാൻ പാടില്ലാത്തൊരു കാര്യമായിരുന്നു. മമ്മൂട്ടിയെപ്പോലുള്ള ഒരു മഹാനടനെ മനസ്സിലാക്കാൻ കഴിയണമായിരുന്നു എന്നത് മാത്രമേ ആ കൂട്ടത്തിൽ പറയാനുള്ളൂ.